തൃശൂർ മേയർക്കെതിരായ കേക്ക് വിവാദത്തിൽ നിന്നും തടിയുരാൻ CPI കേക്ക് വിവാദത്തെ അടഞ്ഞ അധ്യായമെന്ന് ജില്ലാ കൗൺസിലിന്റെ പ്രസ്താവന. VS സുനിൽകുമാറിന്റെ പ്രസ്താവനയും അതേ ചൊല്ലിയുള്ള വിവാദവും തുടരേണ്ടതില്ല. LDFനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന LDF വിരുദ്ധരുടെ കെണിയിൽ വീഴാതിരിക്കുകയാണ് വേണ്ടതെന്നും ജില്ലാ കൗൺസിൽ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും ലെവിൻ K വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, ഇന്നിപ്പോൾ ജില്ലാ കൗൺസിൽ ഇപ്പോൾ ഇത് വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്നു. ഇതിനു മുൻപ് തന്നെ ജില്ലാ സെക്രട്ടറി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിരുന്നതാണ്. അപ്പോൾ അത് ഏകപക്ഷീയമായി VS സുനിൽകുമാറിന്റെ മാത്രം അഭിപ്രായമായി മാറുകയാണോ? എന്താണ് വിശദാംശങ്ങൾ? ഈ വിഷയത്തിൽ CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഇന്ന് മാധ്യമങ്ങളെ കണ്ട് സുനിൽകുമാറിന്റെ നിലവിലെ ആ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിപ്രായങ്ങളെ തള്ളിപ്പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷവും ആ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേയറുമായി ബന്ധപ്പെട്ട മേയറുടെ അഭിപ്രായ പ്രകടനങ്ങളെയും പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ CPI ഇതൊരു വിശദീകരണ കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. തൃശ്ശൂരിലെ കേക്ക് വിവാദം അടഞ്ഞ അധ്യായമാണെന്ന് CPI പറയുമ്പോഴും മേയർ സുനിൽകുമാറിനെതിരെ നടത്തിയ ചില പ്രസ്താവനകളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ വാർത്താക്കുറിപ്പും പ്രസ്താവനയും CPI ജില്ലാ കമ്മിറ്റി പുറത്തുവിട്ടിരിക്കുന്നത്. മേയർ പ്രധാനമായും ഉന്നയിച്ചത് സുനിൽകുമാറിന് തന്നോട് കണ്ണുകടിയാണെന്നും സുനിൽകുമാറിന്റെ കാലത്ത് തൃശ്ശൂരിൽ യാതൊരു തരത്തിലുള്ള വികസനവും നടന്നിട്ടില്ല എന്നുള്ളത് ഉള്ള ഒരു ആരോപണമായിരുന്നു. അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ കൃത്യമായ ഒരു വാർത്താക്കുറിപ്പിലൂടെ CPI കാര്യങ്ങൾ പറയുന്നത്. സുനിൽകുമാറിന്റെ കാലത്ത് വികസനം ഉണ്ടായിട്ടില്ല എന്ന് മേയർ പറഞ്ഞത് തെറ്റാണ്. തൃശൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ 9 വർഷമായി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ LDFന്റെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. തൃശൂർ കോർപ്പറേഷനിലെ വികസനം ഒരാളുടെ മാത്രം നേട്ടമല്ല, കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് എന്ന് പറഞ്ഞ് വിശദീകരണ കുറിപ്പ് ഇറക്കുന്നതിലൂടെ മേയർ സുനിൽകുമാറിനെ തള്ളിപ്പറഞ്ഞ വാക്കുകളെ പൂർണ്ണമായും എതിർത്തുകൊണ്ടുള്ള ഒരു പ്രസ്താവനയായി വേണം നമുക്കിതിനെ കാണാൻ. കാരണം മേയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഈ ഒരു വിവാദത്തിൽ മാത്രമാണ് സുനിൽകുമാറിന്റെ വാക്കുകളെ CPI ജില്ലാ ഘടകം തള്ളിപ്പറഞ്ഞിട്ടുള്ളത്. മേയറെ BJP സംസ്ഥാന അധ്യക്ഷൻ സന്ദർശിച്ചതിലും കേക്ക് നൽകിയതിലുമൊക്കെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് സുനിൽകുമാർ പറഞ്ഞതും എന്നുള്ളതാണ് രാവിലെ വാർത്താ സമ്മേളനം മാധ്യമങ്ങളെ കണ്ടപ്പോൾ KK വത്സരാജ് പറഞ്ഞത്. പക്ഷേ മേയറുടെ നിലപാടുകളെ അദ്ദേഹം ഇപ്പോൾ CPIയുടെ ജില്ലാ ഘടകം ചോദ്യം ചെയ്യുന്നുമുണ്ട്. ഈ വാർത്താക്കുറിപ്പിലൂടെ മുന്നണിയിൽ ഭിന്നത ഉണ്ടാക്കാനുള്ള LDF വിരുദ്ധരുടെ കെണിയിൽ വീഴരുത്, രാഷ്ട്രീയ പക്വതയോടെ ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് CPI ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുനിൽകുമാർ ഇന്ന് പ്രതികരണത്തിൽ മിതത്വം പാലിച്ചെങ്കിലും സുനിൽകുമാറിനെതിരെയുള്ള ആരോപണങ്ങളിൽ വീണ്ടും ശക്തമായി ഉന്നയിക്കുകയായിരുന്നു മേയർ. ഇത് മേയറെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നതും. ഏതായാലും വിവാദങ്ങൾ തുടർന്ന് പോകേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുമ്പോഴും സുനിൽകുമാറിന്റെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള മേയറുടെ വാക്കുകളെ വാർത്താക്കുറിപ്പിലൂടെ പൂർണ്ണമായും തള്ളുകയാണ് CPI. ഗൗതം. ശരി, തൃശ്ശൂരിൽ നിന്നും ലെവിൻ K വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. CPI ഈ വിവാദത്തിൽ നിന്നും തടിയുരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതേസമയം VS സുനിൽകുമാറിനെ തള്ളിപ്പറയുന്നുമില്ല. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മേയറെ ലക്ഷ്യം വെക്കുന്ന തരത്തിൽ, അതായത് ഈ പ്രശ്നങ്ങൾ ഇനി തുടർന്ന് പോകേണ്ട എന്നുള്ള നിലയിലേക്ക് CPI എത്തിയിരിക്കുന്നു എന്നാണ് വാർത്താക്കുറിപ്പിൽ നിന്നും മനസ്സിലാകുന്നത്. ജില്ലാ കൗൺസിലാണ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും ലെവിൻ K വിജയനാണ്.